നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കുന്നുണ്ടെങ്കിലേ അത് നമ്മുടേതായിരിക്കും. മുത്തശ്ശ, ദാ കേക്ക്. ദീർഘസുമംഗലി ഭവ. വീഡിയോ എടുത്തത് ജാസ്മിൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയണം. ഇനി ഇതുപോലുള്ള ആഘോഷങ്ങൾ ഈ വീട്ടിൽ നടക്കരുത്. പാർവതിയും വിശാലും ഒരുമിച്ചുള്ള അവസാന ആഘോഷമായിരിക്കണം ഇത്. എത്രയും പെട്ടെന്ന് വിശാലിനെയും പാർവതിയെയും തമ്മിൽ വേർതിരിക്കണം. അതിന് പാർവതിയെ അവസാനിപ്പിക്കുക തന്നെ വേണം. അവളെ കൊല്ലണം. അതിനുള്ള വഴി കണ്ടെത്തണം. വിശാൽ സർ, ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ജാസ്മിൻ, നിനക്ക് എന്ത് വേണം? അതെ, അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ നീ നിന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു? നീ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോന്ന്? കാണിച്ചു തരണം. എന്ത് വീഡിയോ? ആരുടെ വീഡിയോ? എനിക്കൊന്നും അറിയില്ല. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട ജാസ്മിൻ. ആ വീഡിയോ എടുത്തത് നീ തന്നെയാ. കാണിക്ക. ആ വീഡിയോ എന്നെ കാണിക്കാൻ സൗകര്യമില്ല. ജാസ്മിൻ, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്താണോ? അങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലേ അതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ. എന്റെ സ്വകാര്യതയാണത്. എന്ത് സ്വകാര്യത? അത് നിന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. ഇവിടത്തെ സന്തോഷവും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം. ഈ വീട്ടിലൊരു കുടുംബ കലഹം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരുങ്ങിയ അതിൽ ഞാൻ ഇടപെടും. നീ ഈ വീട്ടിലെ അതിഥിയാണ്. അതിന്റെ മര്യാദ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീ ആയിട്ട് അത് വെറുതെ ഇല്ലാതാക്കരുത്. നീ റെക്കോർഡ് ചെയ്ത വീഡിയോ എനിക്ക് കാണണം. കണ്ടേ തീരൂ. ദേ, ഇപ്പൊ നീ അത് എന്നെ കാണിച്ചാ നിനക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ നീ ആ വീഡിയോ എന്നെ കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ പാർവതി ആരാണെന്ന് നീ അറിയും. ഞാൻ അറിയിക്കും നിന്നെ. രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോ കുറിച്ച് ഇവളെങ്ങനെ അറിഞ്ഞത്? എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാ അത് കൃത്യമായിട്ട് പറയാനും എനിക്കറിയില്ല. അതുപോലെ തന്നെ വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്രേ.
ഈ സന്തോഷത്തിനൊക്കെ ഇടയിലും ഈ വക ചിന്തകൾ എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന മുത്തശ്ശനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ശേഖറിനെ കുറിച്ച് എന്ത് സംശയം മോൾക്കുള്ളത്? അദ്ദേഹത്തിലെ ആകെ ഒരു ദുരൂഹതയാ. കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ സഹതാപം തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാ. ഏതോ ഒരു ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്നെ നിർബന്ധിച്ചത് ദേവമ്മ തന്നെയല്ലേ? അയാള് ആരോരും ഇല്ലാത്തൊരു പാവമാണല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രിയമ്മയുടെ ജീവൻ എടുത്തതെന്ന് അറിയുമ്പോ ഞാൻ കേട്ടത് ശരിയാണോ ദേവമ്മേ? നിന്നോട് ഇതാരാ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് കമ്പനിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശേഖര മേനോൻ എന്ന ആളിന്റെ ഇൻഷുറൻസ് എന്തോ ആയിന്ന് പറയാൻ അയാള് വന്നത്. എന്താ ഇപ്പൊ അതിനെ പറയുന്നേ? മെച്യൂരിറ്റി. ആ അത് തന്നെ. അത് പറയാൻ അയാള് വന്നത്. അതേതാണ്ട് 1 കോടി രൂപയുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാവും. എന്നിട്ട് ശേഖര മേനോൻ എന്ന പേര് കേട്ടതും വിശാൽ സാറ് ചൂടായി. അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചു ശേഖര മേനോൻ ആരാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞത് അയാളാണ് ഗായത്രി അമ്മ. ഇല്ല മോളെ, വിശാലിന്റെ ആ ധാരണ തെറ്റാണ്. അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത്. പിന്നെ ആരാണത് ചെയ്തത്? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പൊ എനിക്ക് പറയാനാവില്ല. അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദേവമ്മ വിചാരിച്ച സാധിക്കും. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരൻ മുത്തശ്ശനും ഒരാളാണോ? അതെ, ചന്ദ്രശേഖരൻ തന്നെയാ ശേഖറും. അപ്പോ ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് അബദ്ധമായോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവമ്മേ. ദേവമ്മ എന്തിനാ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.